ഹായ് ഹലോ വെൽക്കം ടു വി3 എക്സ്പ്ലോറർ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഡ്രൈ മസാല റെസിപ്പി. ഇത് വെരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കൻ ഡ്രൈ മസാല റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി. ഇപ്പോൾ ഞാൻ 2 പേർക്കുള്ളതാണ് ആക്കുന്നത്. പിന്നെ ഒനിയൻ നേരിയതായി അരിഞ്ഞത്, പിന്നെ ടൊമാറ്റോ ഒരെണ്ണം, പിന്നെ വേണ്ട സാധനം എന്ന് പറയുന്നത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടത്. അപ്പോൾ ഇനി ചട്ടി ചൂടാകാൻ വെക്കാം. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാത്തവരാണെങ്കിൽ കയ്യിലുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റാമെന്ന്. ഇഞ്ചി പച്ചമുളകും വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സവാള ഒരു ലൈറ്റ് ബ്രൗൺ വരുന്ന വരെ ഒന്ന് വഴറ്റാം നമുക്ക്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 3 മസാലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാതെ, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1-1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് എല്ലാം കൂടി വഴറ്റാം. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ നമുക്കൊന്ന് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏതാണ്ടൊന്ന് സ്മെല്ല് മാറി നല്ലൊരു രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ മസാലയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാൻ നോക്കിനി. നന്നായി മിക്സ് ചെയ്ത് ഇനി നമ്മളിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യുന്നു. ചിക്കൻ ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. മസാലയെല്ലാം ചിക്കനിൽ മിക്സ് ആവുന്ന പോലെ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് ഒരു 5 മിനിറ്റ് നേരം വെക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചില ചിക്കനിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ വെള്ളം ഉണ്ടാവും. പക്ഷേ ഇതിൽ വെള്ളമില്ലാത്ത സ്ഥിതിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഞാൻ. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം.
നന്നായി മിക്സ് ചെയ്ത് എല്ലാ മസാലയും വെള്ളത്തിലോട്ട് അങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമ്മളിത് ചിക്കൻ വെന്ത് വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. ആ മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതാണെന്നും എങ്ങനെ ഉണ്ടാക്കാമെന്നും ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മസാലക്കായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മല്ലി ഒരു 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 ചെറിയ ബൗളിൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒരു മല്ലി എടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ബ്ലാക്ക് പെപ്പർ, അതും എരിവിനനുസരിച്ച് നമുക്ക് ബ്ലാക്ക് പെപ്പർ എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല എരിവ് വേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടി നല്ലോണം എടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. ഇപ്പോൾ 10-15 അല്ലിയോളം വെളുത്തുള്ളി. നല്ല സ്മെല്ല് വരും. സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി ഇടുന്നതിൽ ഈ മസാലയിൽ. അപ്പോൾ ഈ മല്ലിയും ബ്ലാക്ക് പെപ്പറും ഒന്ന് ചൂടാക്കി എടുക്കാനായി ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് മല്ലി ഇടാം. മല്ലി ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. ബ്ലാക്ക് കളർ ആവണമെന്നില്ല, ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം സെയിം പ്രൊസീജിയറിലാണ് ബ്ലാക്ക് പെപ്പറും ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ 2 മല്ലിയും ബ്ലാക്ക് പെപ്പറും കൂടി ചൂടാക്കിയതും പിന്നെ നമ്മൾ 10-15 അല്ലിയോളം എടുത്ത വെളുത്തുള്ളിയും കൂടി ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല ഫൈൻ പൗഡറായി കിട്ടണമെന്നില്ല, ജസ്റ്റ് ഒരു കറക്കം കറക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ ആയി കിട്ടണം നമുക്ക്. അപ്പോൾ ഇത് നമ്മളെ വെന്ത് തയ്യാറായി നിൽക്കുന്ന ചിക്കൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി. ആ മസാലയെല്ലാം ഒന്ന് ഇട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെച്ച് എല്ലാം കറിവേപ്പിലയിലിട്ട് നല്ല അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.